ഹായ് ഗായ്സ്, മൂവി റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി വ്ലോഗിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐഡന്റിറ്റി എന്ന സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ടൊവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി, അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരോടും എല്ലാവരോടും ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ സിനിമ തിയേറ്ററിൽ എത്ര വലിയ സിനിമയാണെന്നും ആ സിനിമ ടൊവിനോ നായകനായി എത്തിയ ഒരു നല്ലൊരു ചിത്രമായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ. ഐഡന്റിറ്റി അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് രചനയും സംവിധാനം നിർവഹിച്ച 2025 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് നമ്മൾ ഈ പറയുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ആക്ഷനും കൂടിയുള്ള ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു സിനിമയാണ്. അഖിൽ പോളാണ് ഇതിന്റെ ഡയറക്ടർ. പ്രൊഡ്യൂസർ അനസ് ഖാൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഒരു വലിയൊരു ഐഡന്റിറ്റി തെളിയിക്കുന്ന സിനിമ തന്നെയാണ്. 2025 അഖിൽ പോൾ തിരക്കഥ എഴുതി, രാജു മല്ല റോയ്, CJ രാജു മല്ലാത്ത് റോയ് എന്ന് പറയുന്ന ആളാണ് പ്രൊഡ്യൂസ്. ഡയറക്ടർ അഖിൽ പോളും അനസ് ഖാനും കൂടി ചെയ്തതാണ്. രണ്ടുപേരും കൂടിയുള്ള ഒരു ടീം വർക്കാണ്. ടൊവിനോ തോമസ്, തൃഷ, വിന്യ റായ്. സിനിമാറ്റോഗ്രാഫി അഖിൽ ജോർജ്. എഡിറ്റഡ് ജാമൻ ചാക്കോ. മ്യൂസിക് ബൈ ജെഗ് ബിജോ. പ്രൊഡക്ഷൻ കമ്പനീസ് രംഗം മൂവീസ്, കോൺഫിഡൻസ് ഗ്രൂപ്പാണ് ഇത് ഈ ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് സ്വീകരണ മുറയിലേക്ക് എത്തിച്ചത്. ഇപ്പം ഇത് OTTയിലാണ് ഈ ഒരു സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടു ഈ ഒരു സിനിമ, അതുകൊണ്ട് അതിൻ്റെ അഭിപ്രായവുമായി വരാനാണ് ഞാൻ ഇന്ന് വന്നത്. റിലീസ് ചെയ്തത് ജനുവരി 2 2025 ഇറങ്ങിയ 158 മിനിറ്റ്സ് ഈ ഒരു സിനിമയുണ്ട്. ഒരു ഇന്ത്യൻ മലയാളത്തിൽ തന്നെ 18 കോർ ബോക്സ് ഓഫീസ് നേടിയ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമക്ക് വമ്പിച്ച ഒരു വെൽക്കം തന്നെ ജനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കണ്ടവരെല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് ഈ ഒരു സിനിമയെപ്പറ്റി പറയാനുമുള്ളത്. അപ്പോൾ അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് രചനയും സംവിധാനം നിർവഹിച്ച 2020 പുറത്തിറങ്ങിയ ഇന്ത്യൻ മലയാള ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐഡന്റിറ്റി. കോൺഫിഡൻസ് ഗ്രൂപ്പും രംഗം മൂവീസും ചേർന്നാണ് നിർമ്മാണം. ടൊവിനോ തോമസ്, തൃഷ, വിനയ് റായ്, അജു വർഗീസ്, അർച്ചന കവി, ഷമി തിലകൻ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. കാസ്റ്റിംഗ് ആണ് പറഞ്ഞത്. അപ്പോൾ 2022 നവംബർ 28 ഈ ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ തമിഴ്നാട്ടിലും 2023 ഡിസംബർ 16 പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി ആരംഭിച്ച് ജോക്സ് ബിജോയാണ് സൗണ്ട് ട്രാക്കും സ്കോറും ഒരുക്കിയത്. ഇത് ജനുവരി 2025 പുറത്തിറങ്ങിയ നിരൂപകരിൽ നിന്ന് സമ്മിശ്ര അവലോകനം ലഭിച്ച സിനിമ ഒരു മിതമായ വാണിജ്യം വിജയം. ഒരു വിജയകരമായ ഒരു സിനിമ തന്നെയായിരുന്നു. ത്രില്ലർ മൂവിയായ ഐഡന്റിറ്റിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, പ്രേക്ഷകർക്ക് ബോധിച്ച ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു ചിത്രമാണ് ഈ പറയുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്ന ടൊവിനോ മൂവിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പ്ലോട്ട്
തുണിക്കടയിലെ ജീവനക്കാരനായ അമർ ഫെലിക്സ് വസ്ത്രം മാറുന്ന മുറിയിലായിരുന്നു യുവതിയെ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് പണം തട്ടുന്ന അയാൾ മറ്റ് സ്ത്രീകളുമായി സമാനമായ പദ്ധതികൾ നടത്തി അവരെ അവരുടെ ബന്ധുക്കളുടെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. കൂടാതെ തന്റെ ഉടമസ്ഥതയിലുള്ള ഉപേക്ഷിക്കപ്പെട്ട വസ്ത്ര വെയർഹൌസിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം ഒരു നിഗൂഢ വ്യക്തി വെയർഹൌസിൽ പ്രവേശിച്ച് അമറിനെ കൊല്ലുകയും ശരീരത്തോടൊപ്പം കത്തിക്കുകയും ചെയ്യും. അതാരായിരുന്നു നമുക്കറിയാം. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ആഴ്ചകൾക്ക് ശേഷം അമർ വധം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കർണാടക പോലീസിലെ മലയാളി തമിഴ് CI അലൻ ജേക്കബ് DYSP ദിനേശിനെ ബന്ധപ്പെടുന്നു. തനിക്കൊരു ദൃക്സാക്ഷിയെ അലീഷ ഉണ്ടെന്ന് അലൻ വെളിപ്പെടുത്തുന്നു. അവളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കപ്പെടുകയും അന്വേഷണത്തിനായി ആനിനെ വിളിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ഒരു ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ്. ഒരാളെ തിരിച്ചറിയുക, അയാളുടെ ഫോട്ടോഷോപ്പ് പകർത്തുക എന്നൊക്കെ ഉള്ള ഒരു ദൃശ്യമായ ഒരാളുടെ സ്കൾട്ടിന്റെ രൂപം, അതായത് അദ്ദേഹത്തിനെ വ്യക്തമാക്കുക. ഫോറൻസിക് ലാബിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അന്വേഷണ രീതികളാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അതിനോടൊപ്പം വലിയ വലിയ സസ്പെൻസ് ഒക്കെ ഒളിപ്പിച്ചു വെച്ചുള്ള ഒരുപാട് ഇൻസിഡൻസ് ഒരു ത്രില്ലറായിട്ട് തന്നെ ടൊവിനോ ക്യാരക്ടറും വില്ലന്റെ ക്യാരക്ടറും ഒക്കെ ഒരു സസ്പെൻസ് മൂഡിൽ ത്രില്ലറാക്കി മാറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോ കൊലയാളിയെ തിരിച്ചറിയാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നു ദിനേശ്. തന്റെ കെട്ടിടത്തിൽ അവർക്ക് സുരക്ഷിതമായ ഒരു വീട് വാഗ്ദാനം ചെയ്യുന്നു. അവിടെ ഒരു അധിക്ഷേപകനായ പിതാവ് മൂലമുണ്ടായ OCD ബാധിച്ച പാർട്ട് ടൈംകാരുടെ പരിശീലകനായ ഹരൺ ശങ്കർ തന്റെ സഹോദരി ദേവികയും അർദ്ധ സഹോദരി നിർജയും ഒപ്പം താമസിക്കുന്നു. അയൽപക്കത്തെ ഒരു സ്കൂട്ടർ മോഷണ സംഭവത്തിനിടെ ഹരൺ അവരുടെ സ്കെച്ചിങ് കഴിവുകൾ പ്രകടിപ്പിക്കുകയും പോലീസ് സ്കെച്ച് ആർട്ടിസ്റ്റിനെ പെരേതയായ അമ്മയിൽ നിന്ന് പഠിച്ച് ആകൃഷ്ടനായ അലന്റെ വിവരണത്തെ അടിസ്ഥാനമാക്കി കൊലയാളിയായ രേഖാചിത്രം ചെയ്യാൻ ഹരനോട് ആവശ്യപ്പെടുന്നു. ഹരൻ എന്ന് പറഞ്ഞ ഈ ടൊവിനോ നായകനായ ക്യാരക്ടറാണ്. ആനിന്റെ ആദ്യ വിവരണം അപ്രതീക്ഷിതമായ ഹരന്റെ മുഖവും പൊരുത്തപ്പെട്ടു. ഹരൻ സംശയം വർദ്ധിച്ച്. എന്നിരുന്നാലും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഹരൻ രണ്ടാമത്തെ രേഖാചിത്രം സൃഷ്ടിക്കുമ്പോൾ അത് മറ്റൊരു മുഖം സൃഷ്ടിക്കുന്നു. അപ്പോ പല രീതിയിൽ പല അവസ്ഥാരണങ്ങളിലൂടെ ഈ അന്വേഷണ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ കുറ്റവാളിയെ ആ രേഖാചിത്രം വരക്കാൻ പറയുന്ന വ്യക്തിക്ക് മനസ്സിലാവാതെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഉപബോധത്തെ തിരിച്ചറിയാനുള്ള കഴിവിനെയും ഈ ഒരു സിനിമ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെന്റലി ഉണ്ടാകുന്ന മെന്റൽ കപ്പാസിറ്റിയെപ്പോലും നമുക്ക് ചിലപ്പോൾ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എന്തോ തോന്നിപ്പോയോ എന്ന് തോന്നും. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിത്തരുന്ന ഒരു സിനിമ തന്നെയാണ്. ഗംഭിച്ച പെർഫോമൻസ് എല്ലാവരുടെയും നിന്നും ഉണ്ടായിട്ടുണ്ട്. വില്ലന്റെ ആവട്ടെ സഹോദരന്റെ ആവട്ടെ എല്ലാവരുടെയും കാര്യത്തിൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം. ഈ സിനിമ ഒരു വണ്ടർഫുൾ മൂവി തന്നെ വിജയകരമായി 10ൽ 4 മാർക്കെങ്കിലും ഈ ഒരു സിനിമ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ടീം വർക്ക് തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ സപ്പോർട്ടും കൂടിയുള്ള ഒരു സിനിമ. അപ്പോൾ ഐഡന്റിറ്റി എന്ന ആ ഒരു സിനിമ ടൊവിനോന്റെ നല്ലൊരു ത്രില്ലർ മൂവിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റി. ഇനി നമുക്ക് അതിൻ്റെ ഒരു ട്രെയിലറും കൂടി കണ്ട് തിരിച്ചു പോവാം.
ടോവിനോ, ഗോകുൽ ഗോപൻ അവരെ പ്രൊഡക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിന് ഏറ്റവും മൂല്യം മാത്രം കണ്ടുള്ള ടീമാണ് സ്കെച്ചിങ്. അവൾക്കെല്ലാം നല്ല വ്യക്തമായ ഇതൊരു ബ്ലൈൻഡ് പ്രോസസ് അല്ല. സ്കെച്ചിങ്ങിൽ കോണ്ടെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സ്കെച്ചാണ് ഇവരുടെ മെയിൻ കേസിന്റെ സ്പെസിഫിക്സും സമയവും ഒന്നും പ്ലോട്ട്. അറിയാതെ ആഴ്ചകൾക്ക് മുമ്പ് കണ്ടൊരു ഫേസ് അതുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം രീതി കൊണ്ടുപോകുന്നത്. കണ്ണും ഐബ്രോസും ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാം. പക്ഷേ ടൊവിനോയുടെ ഒരു ആർമി റോഡ് പണിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ കഷ്ണങ്ങൾ കാണിച്ചിട്ട് അല്പസമയത്തിന് ശേഷം ഒരു മെറ്റൽ കൂമ്പാരത്തിൽ നിന്ന് തന്നെ പിക്ക് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ആർക്കും കഴിയില്ല. ലോകത്തിലെ ഏത് രണ്ട് മനുഷ്യരുടെയും മുഖങ്ങൾ തമ്മിലുള്ള ചെറിയ വേരിയേഷൻസ് പോലും നമുക്ക് പലതും നമ്മളെ പഠിപ്പിക്കുന്നു. വണ്ടർഫുൾ ത്രില്ലർ. ഇതിന്റെ എഡിറ്റും കാര്യമെല്ലാം ഗംഭീരമായിരിക്കും. ഇതൊരു ഫ്ലൈറ്റിന്റെ മുകളിൽ നിന്നായതുകൊണ്ട് അതിൻ്റെതായ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടാവും. ഹാൻഡിൽ ഇറ്റ് ഈസിലി. കാർ റൈഡ്. നമുക്കൊരുമിച്ച് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇമോഷണൽ. അവൾ ആ കില്ലറിനെ നേരിട്ട് കണ്ട ആ ക്രൈം സീനിലേക്ക് ഒരു ബ്ലാക്ക് ഷൈഡും ഈ ഒരു സീനിൽ. ഡയറക്ടർ അഖിൽ പോൾ. ജനുവരി 2. അപ്പോൾ ഈ സിനിമ ജനങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടതാണ്. ഇതിപ്പോൾ OTT കിട്ടുന്ന സിനിമയായി മാറിയിരിക്കുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ OTT ചെന്ന് കാണുക. നല്ലൊരു സിനിമയാണ്. കാണുന്നവർക്ക് ഒരു പ്രയാസവുമില്ല. എന്തായാലും ഒന്ന് കണ്ടിരിക്കാനുള്ള എല്ലാ സ്റ്റോറിയും അതിന് പറ്റിയ നമുക്ക് ഇൻട്രസ്റ്റഡ് ആകുന്ന നമ്മളെ എൻഗേജഡ് ആയിട്ടിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ് ഐഡന്റിറ്റി എന്നത് വീണ്ടും വീണ്ടും നമ്മളെ തെളിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമ അത്ര ഗ്രേറ്റ്ഫുൾ ആണ്, അത്രയ്ക്ക് വണ്ടർഫുൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫോർ താങ്ക്സ് ഫോർ വാച്ച്.